കിരൺ, ഇപ്പോൾ ചില ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയൊരു പോസ്റ്റ് വരുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്, ഞങ്ങൾക്ക് ഏറ്റവും ശക്തമായ ആയുധശേഷി ഉണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏറ്റവും ശക്തമായ ആയുധശേഖരങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധങ്ങൾ വിജയകരമായി നടത്തും. ഇവയ്ക്ക് പ്രായോഗികമായ അല്ലാതെ പരിമിതിയില്ലാത്ത വിതരണമുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊരു നീക്കം നടത്തും. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ മുൻഗാമിയായിരുന്ന ജോ ബൈഡനെതിരായ ചില വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ റഷ്യ യുക്രൈൻ സംഘർഷ സമയത്ത് യുക്രൈന് കൈയച്ച് ചില സഹായങ്ങളൊക്കെ നൽകി, അങ്ങനെ ചില ആയുധശേഖരത്തിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം ഞങ്ങൾ ജയിക്കും, അതിനുള്ള ശക്തമായ ശേഷി ഞങ്ങൾക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ. കിരൺ, അമേരിക്കൻ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രധാനമന്ത്രി, ഇവരുടെ ഈ നീക്കങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇറാനെ ഞങ്ങൾ സർവത്ര കീഴടക്കും, അവിടെ ഭരണമാറ്റം ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനത്തിന് ചേർന്ന് പോകുന്ന പുതിയ നീക്കങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും സൈനിക നീക്കം ഇനിയും ഉണ്ടാകും എന്ന സൂചന നൽകുന്നതാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പോസ്റ്റുകൾ, അല്ലേ? അതുതന്നെയാണ് സജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസവും യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിക്കാൻ, അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകില്ല, അത് അവസാനിക്കുന്നു, സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന മട്ടിലേക്കുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. വിമാന സർവീസുകളൊക്കെ ഭാഗികമായി പുനഃസ്ഥാപിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ആകാശപാത തുറക്കുക എന്നതിൻ്റെ അർത്ഥം ഇനി സമ്മർദ്ദമില്ലാതെ വിമാനങ്ങൾക്ക് പുറത്തേക്ക് സഞ്ചരിക്കാനും അകത്തേക്ക് വരാനും കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനിയൊരു സംഘർഷത്തിൻ്റെ സാഹചര്യം അവസാനിക്കുന്നു എന്നാണ്. ഏതു രാജ്യത്തെ സംബന്ധിച്ചും സംഘർഷത്തിൻ്റെ സാഹചര്യം അവസാനിക്കുന്നു എന്ന് രാജ്യങ്ങൾ തിരിച്ചറിയുന്നത്, ജനങ്ങൾ തിരിച്ചറിയുന്നത് വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുമ്പോഴാണ്. കാരണം ആകാശത്തുകൂടി മിസൈലുകൾ പാഞ്ഞു കിടക്കുമ്പോൾ വിമാന സർവീസുകൾ നടത്താൻ കഴിയില്ല. ഏത് സമയവും അതിൽ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പാഞ്ഞു പോകുന്ന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്താണോ വിമാനത്തിലാണോ കൊള്ളുന്നത് എന്നൊക്കെയുള്ള വലിയ അപകടത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് വിമാന സർവീസുകൾ നിർത്തിവെക്കും. വിമാന സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്നതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസമൊക്കെ പൊതുവെ ആളുകൾ കരുതിയിരുന്നത് ഇത് അവസാനിക്കുന്നുള്ളൂ. അപ്പോഴാണ് രാത്രിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വാർത്താ സമ്മേളനം വരുന്നത്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് GCC രാജ്യങ്ങളെല്ലാം തൻ്റെ കൂടെയാണ്, അവരെല്ലാം ഇതിന് സന്നദ്ധരാണ്, ഇറാനെ അടിച്ചിടും, ഇറാനെ അന്തിമമായ വിജയം നേടാൻ പോവുകയാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായും GCC രാജ്യങ്ങൾ അവിടെ നിന്ന് അവരുടെ വ്യോമത്താവളങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് തുറന്നു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ ഇറാന് എതിരായ നിലപാട്, നേരത്തെയും ഇറാനെതിരായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോഴും ഇറാനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴും ഇറാനെതിരായ ഒരു യുദ്ധത്തിന്, ഇറാനെതിരായ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ യുദ്ധത്തിന് ഞങ്ങളുടെ താവളങ്ങളെ, ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കേണ്ടതില്ല, അത് ഒരു ആ രാജ്യത്തുങ്ങളുടെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സഹോദര രാജ്യത്തെ, ആ രാജ്യത്തോട് എതിർപ്പുണ്ടെങ്കിലും ശത്രുതയുണ്ടെങ്കിലും ഒക്കെ പോലും ഉപയോഗിക്കേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ ഒരു അപകടം കൂടി തിരിച്ചറിഞ്ഞാണ് അവർ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്. കാരണം അവർക്ക് ഇറാനെ ഏറ്റവും എളുപ്പം അടിക്കാൻ കഴിയുന്നത് ഈ സമീപ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങൾക്ക് നേരെയാണ്. പക്ഷേ രാത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് വീണ്ടും സ്ഥിതിഗതികൾ മോശമാകുന്നതും ഇറാൻ ഈ രാജ്യങ്ങളിലൊക്കെയുള്ള അമേരിക്കൻ ഇസ്രായേൽ ബേസുകൾക്ക് നേരെ ആക്രമണം വീണ്ടും ശക്തമാക്കുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വീണ്ടും ട്രംപ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്ന തരത്തിലുള്ള സംസാരം തന്നെയാണ്. താൻ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ട്രംപ് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ഇത്തരം യുദ്ധങ്ങൾക്കൊക്കെ തുടക്കമിടുന്നതും യുദ്ധങ്ങൾ സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലൊക്കെയും അതിനെ വീണ്ടും രൂക്ഷമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തൻ്റെ പ്രസ്താവനകളിലൂടെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വിജയം നേടും എന്ന് തന്നെ പറഞ്ഞു വീണ്ടും ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ എന്തെങ്കിലും കാര്യമായ നഷ്ടം ഉണ്ടാവാനില്ല. ഇറാൻ ഒരിക്കലും ഇറാൻ്റെ ഒരു ആയുധം അമേരിക്കയിൽ അടിച്ചിടാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയല്ല സമീപ GCC രാജ്യങ്ങളെ സംബന്ധിച്ചുണ്ടായ അവസ്ഥ. എന്തായാലും അത്തരം ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, അതാണ് കിരൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നു, യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഇനിയും ശക്തമായ സൈനിക നീക്കങ്ങൾ എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ ചില പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിട്ട ഇറാന് തിരിച്ചടി നൽകുന്ന ചില ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്നത്. തങ്ങളുടെ സൈനിക നീക്കം ഇറാനിലുണ്ടാക്കിയ നാശനഷ്ടങ്ങളും ആ നീക്കവും ഒക്കെയാണ് അവർ ദൃശ്യങ്ങളായി തന്നെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.